നാളെ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 5ാം ഘട്ടം നടക്കുകയാണ്. 7 സംസ്ഥാനങ്ങളിലെ 50 സീറ്റുകളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്രയാണ്. അവസാനം ബാക്കിയുള്ള 13 സീറ്റുകളിൽ കൂടി തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ നാളെയോടുകൂടി മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പ് കഴിയുകയാണ്. രാജ്യത്തെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ UP കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കഴിഞ്ഞ 2019 BJP സഖ്യത്തിന് ഈ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചുകൊടുത്തത് മഹാരാഷ്ട്രയിൽ നേടിയ വിജയം എന്ന് പറയേണ്ടി വരും. കാരണം എല്ലാ പാർട്ടികളും തുല്യശക്തികളായി നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ BJP സഖ്യം 48-ൽ 42ഓളം സീറ്റുകൾ നേടിയതിനെ തുടർന്നാണ് NDA സഖ്യം അനായാസം അധികാരത്തിലെത്തുന്നത്. പക്ഷേ ഇത്തവണ BJP സഖ്യത്തിൻ്റെ അധികാരം കളയുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതും മഹാരാഷ്ട്രയായിരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആകെയുള്ള 48-ൽ 35 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആദ്യ 4 ഘട്ടങ്ങളിലായിട്ട് നടന്നു കഴിഞ്ഞു. ഇനി 13 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നതോടെ മഹാരാഷ്ട്രയുടെ ജനവികാരം പൂർണ്ണമായും പെട്ടിയിലാകുമെന്നും അത് പ്രതിഫലിക്കപ്പെടുമെന്നും കരുതുന്നു. മഹാരാഷ്ട്ര ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ഇത്തവണ. പ്രധാനപ്പെട്ടത് കുതിരക്കച്ചവട രാഷ്ട്രീയത്തോടുള്ള അവരുടെ വിരോധമാണ്. അധികാരത്തിന് വേണ്ടി BJP നടത്തിയ കച്ചവട രാഷ്ട്രീയം ജനങ്ങൾ മടുത്തിരിക്കുന്നു. മഹാവികാസ് അഘാഡിക്ക് വലിയ മുന്നേറ്റം പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ മറാഠ സംവരണ പ്രക്ഷോഭം സംസ്ഥാനവും രാജ്യവും ഭരിക്കുന്ന BJPക്ക് വലിയ തോതിൽ തിരിച്ചടി നൽകുമെന്ന വാർത്തകളും പുറത്തു വരുന്നു. കൂടാതെ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും മുഴുവൻ കണ്ട തമ്മിലടിയും BJP സഖ്യത്തെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടി തന്നെ ആയിരിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ ചുമതലക്കാരനായുള്ളത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന് മഹാരാഷ്ട്രയുടെ പൾസ് നന്നായി അറിയാവുന്നതുമാണ്. മഹാവികാസ് അഘാഡി സഖ്യം 35-ലധികം സീറ്റ് നേടുമെന്നാണ് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉറപ്പിച്ചു പറയുന്നത്. ഉദ്ധവ് താക്കറേക്കും ശരത് പവാറിനും അനുകൂലമായ ഒരു തരംഗം ആ സംസ്ഥാനത്തുണ്ട്. പാർട്ടി പിളർന്നു പോയിട്ടും MLA-മാർ BJPക്കൊപ്പം പോയിട്ടും ഇന്നും മറാഠയുടെ മണ്ണും മനസ്സും ശരത് പവാറിനും ഉദ്ധവ് താക്കറേക്കും ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് എല്ലാ സർവേകളും പ്രവചിച്ച കാര്യമാണ്. അതിനോടൊപ്പം തന്നെ മല പോലെ ഉറച്ചു നിൽക്കുന്ന കോൺഗ്രസിനും നല്ല മുന്നേറ്റമുണ്ടാകുമെന്നും പൊതുവെ നിരീക്ഷണമുണ്ട്. അതുപ്രകാരം കോൺഗ്രസ് സീറ്റ് എണ്ണം 1-ൽ നിന്ന് 15ആയി ഉയരുമെന്നും ചെന്നിത്തല ഉറപ്പു പറയുന്നു. വോട്ടെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും കേന്ദ്രഭരണ വിരുദ്ധ വികാരം പ്രകടമായിരുന്നുവെന്നും ചെന്നിത്തല വ്യക്തമാക്കുന്നു. യഥാർത്ഥത്തിൽ BJPയും ഏറ്റവും കൂടുതൽ ഭയന്നിരിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര തന്നെയാണ്. 42 സീറ്റുണ്ടായിരുന്നിടത്ത് നിന്ന് 25-ലേറെ സീറ്റുകൾ കുറയുക എന്ന് പറഞ്ഞാൽ BJPയുടെ ഭരണമാറ്റത്തിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് ചുക്കാൻ പിടിക്കാൻ രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു എന്നതിൽ കേരളത്തിലെ കോൺഗ്രസിനും അഭിമാനിക്കാം.